എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തുകൊണ്ട് വിശേഷങ്ങൾ? നമുക്കൊരു ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കിയാലോ? ഇടിഞ്ചക്ക കൊണ്ടുവന്ന് വെച്ചപ്പോൾ കൊച്ചുണ്ണി വിചാരിച്ചത് പഴുത്ത ചക്ക അനിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ, ഇപ്പോൾ തിന്നാന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് കൂടെ ഇഞ്ചി മാങ്ങിയുണ്ടേ. അപ്പോൾ നമുക്കിത് വെട്ടിയാലോ? അയ്യോ, ദക്ഷിണ വെച്ചതേ പട്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ വെട്ടിയപ്പോഴത്തേക്കും കത്തി തിരിഞ്ഞു പോയി. സാരല്ല, അങ്ങനെ വെട്ടിയെടുത്തു. നോക്കിയപ്പോൾ വേണ്ടറാ മുളഞ്ഞി. ഇനി എന്ത് ചെയ്യും? അടുത്ത കണ്ടത് കൊച്ചുണ്ണീൻ്റെ ബോട്ടായിരുന്നു. ബോട്ടെങ്കിൽ ബോട്ട്, നമുക്ക് എന്ത് ബോട്ടിരിക്കുന്നില്ലേ, അത് വലിച്ച് കീറി അത് തുടച്ചു കേട്ടോ. പിന്നെ ഇത് ചക്കമുളഞ്ഞും തുടയ്ക്കാൻ ആയതുകൊണ്ട് കൊച്ചുണ്ണിനൊന്നും മിണ്ടിയില്ല കേട്ടോ. അതാണ്ട് ഇതെല്ലാം കൊച്ചുണ്ണി മുറിച്ച് വെച്ചേക്കുന്നതാണേ. കൊച്ചുണ്ണി ഇത് പഴുത്ത് ചക്കയാന്ന് ഓർത്തിട്ടേ പുള്ളിക്കാരൻ വെട്ടി നോക്കിയതാണിത്. അപ്പോൾ ചക്ക വെട്ടാൻ ഭയങ്കര വശമായതുകൊണ്ട് ഉരുട്ടിയും പരട്ടിയും എടുത്ത് എങ്ങനെയൊക്കെയോ അത് വെട്ടി 2 കഷ്ണമാക്കി കേട്ടോ. ഇന്നത്തെ നമ്മുടെ ക്യാമറമാൻ കൊച്ചുണ്ണി ആയതുകൊണ്ട് ക്യാമറ ഇതിലേക്ക് പോകും കേട്ടോ. സോ അതേയൊന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അങ്ങനെ വേണ്ട ഇത് മുറിച്ചെടുത്തേ. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇടിഞ്ചക്ക കേട്ടോ. ചേട്ടായി നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോയി വന്നപ്പം കൊണ്ടുവന്ന ഇടിഞ്ചക്കയാണ്. അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ചക്കയും മാങ്ങയും കണ്ട് ഞാൻ എവിടെയും വിടത്തില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ വന്നപ്പം കുറച്ച് ചക്കയും കുരുമുളക്, കാന്താരി മുളക്, ഇഞ്ചി മാങ്ങ അങ്ങനെ കൊണ്ടാടി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വയ്യാത്തതുകൊണ്ട് ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു. അധികം വെച്ച് കഴിഞ്ഞാൽ വാടിപ്പോലും ഓർത്ത് പിന്നെ എങ്ങനെയൊക്കെയോ ചെത്തി മുറിച്ചുണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിന് തൊലി കളഞ്ഞു. പിന്നെ അതിൻ്റെ കൂഞ്ഞിലൊക്കെ ശരിക്കും ചെത്തി കളയണം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കുക്കർ വിസിലടിച്ചു. ചോറ് റെഡി ആയിട്ടുണ്ട്. തിരിച്ച് വന്നു പിന്നെയും ചക്ക എടുത്ത് തുണ്ടമാക്കി പീസാക്കി എടുത്തു കേട്ടോ. കൊച്ചുണ്ണി പറയും എന്നെയും കൂടെ വീഡിയോ പിടിക്കാൻ അമ്മേന്ന്. പിന്നെ അവനെയും കൂടെ വീഡിയോ പിടിച്ചു. അങ്ങനെ പീസാക്കി എടുത്തതെല്ലാം കഴുകി വാരി കുക്കറിലാക്കിയിട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടു കേട്ടോ. പിന്നെ വേവിക്കാൻ കുറച്ച് വെള്ളം കൂടെ ആവശ്യമാണല്ലോ. അങ്ങനെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു അത് വേവിക്കാൻ വെച്ചു കേട്ടോ. അങ്ങനെ വേവിക്കാൻ വെച്ച സമയത്ത് നമുക്ക് കുറച്ച് ഇതിലോട്ട് ഇടാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാം കേട്ടോ. അങ്ങനെ സമയം 11 മണിയായിട്ടോ. കൊച്ചുണ്ണിക്ക് ഇടയ്ക്ക് കഴിക്കാൻ ഒന്നും കൊടുത്തില്ല. ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്നു, പുള്ളിക്കാരനെ നുറുക്കി കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ പുള്ളി തിന്നത്തില്ല. അപ്പോൾ പിന്നെ തേങ്ങ പൊട്ടിച്ചേ. തേങ്ങ വെള്ളവും പുള്ളിക്കാരൻ കുടിച്ചു. ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഹോബി കേട്ടോ. ഇത് തേങ്ങ പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലെ ചിത്രങ്ങൾ നോക്കും. ചിത്രം എന്ന് വെച്ചാൽ 3 കണ്ണ് അത് നോക്കുന്നത്. നോക്കിയേ, വലിയ തേങ്ങ ഇപ്പം മുറിച്ചതാട്ടോ വലിയത്. ചെറുത് ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നേ. അങ്ങനെ തേങ്ങ ചിരണ്ടി വെച്ചു കേട്ടോ. ഉള്ളി എടുത്ത് അരിഞ്ഞു. അപ്പോൾ വെളുത്തുള്ളി എടുത്ത് നോക്കിയപ്പോൾ എല്ലാം ഉണങ്ങിയിരിക്കുക കേട്ടോ. ഭയങ്കര ചൂടാണ് അവിടെ ചൂടൊക്കെ തുടങ്ങിയോ? എല്ലായിടത്തും ചൂടൊക്കെ തന്നെയാണോ? ഇത് നോക്കിക്കൊണ്ട് വന്നാലേ കെട്ടിയാൽ വരുമ്പോൾ കഞ്ഞി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ്ട് കുറച്ച് വെളുത്തുള്ളി അതിനകത്ത് പൊളിച്ചിട്ടു. കുറച്ച് പെരിഞ്ചീരകം എടുത്തു, കുരുമുളക് എടുത്തു, കുറച്ച് കാന്താരിയും കൂടി എടുത്തു കേട്ടോ. നമുക്ക് പെരിഞ്ചീരകവും കാന്താരിയും നമ്മുടെ കുരുമുളകും എല്ലാം കൂടി നമുക്ക് പൊടിച്ചെടുക്കണേ. എന്നിട്ട് കുറച്ച് ഇതും കൂടെ വെച്ചു, ഉണക്കമുളകും കൂടെ വെച്ചു. കുറച്ച് എരിവ് ഇരിക്കട്ടേന്നേ. നല്ല എരിവ് വേണം, നല്ല രസമുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചക്ക വെന്ത് കിട്ടിയിട്ടോ. ചക്ക വെന്ത് നല്ലോണം വെന്തിട്ടുണ്ട്. അയ്യോ, എൻ്റെ ക്യാമറ സാരല്ല. ക്യാമറ വെച്ച ഫോണാട്ടോ. ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചക്ക തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. അധികം നരയ്ക്കരുത്. 2 സെക്കൻഡ് ഒന്ന് അരച്ചിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ അമ്മിക്കല്ല് ഇട്ടിട്ടാണ് ഇത് ഇടിച്ചെടുക്കുന്നത്. ഇപ്പോൾ പിന്നെ അമ്മിക്കല്ലൊന്നും ആരും യൂസ് ചെയ്യാറില്ലല്ലോ അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉള്ളിയിട്ട് ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടണം. പിന്നെ ആ ഉണക്കമുളക് ഉണ്ടല്ലോ, ആ ഉണക്കമുളക് കൂടെ ഇട്ടിട്ട് ശരിക്കും ഒന്ന് വഴണ്ട് വരുന്ന സമയത്തേക്ക് നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന പെരിഞ്ചീരകം, കുരുമുളക്, കാന്താരി എല്ലാം കൂടെ കൂടിയിട്ടിട്ട് ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത് മൂപ്പിച്ച് വരുമ്പോൾ നല്ലൊരു മണം കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ടു കേട്ടോ. ആ മണം കേൾക്കുമ്പോഴേ നമുക്ക് കറി തിന്നാൻ തോന്നും. അതിനകത്തോട്ട് പിന്നെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ച ചക്കയും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് ശരിക്കും ഒന്ന് ഇളക്കി വെച്ചു. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങയും കൂടി ഇട്ടിട്ട് ശരിക്കും ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കണം കേട്ടോ. ശരിക്കും അവരൊന്ന് മിക്സ് ആവണം. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി കേട്ടോ. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്ന ചക്കയാണല്ലോ. അപ്പം വെന്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട്, യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അങ്ങനെ 2-3 മിനിറ്റ് അവിടെ നിന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഇതിനകത്ത് വെളിച്ചെണ്ണ തീർന്നായിരുന്നു. ഞാൻ തട്ടിയും മുട്ടിയും കൊട്ടിയെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ ചക്ക റെഡിയായിട്ടോ. ചക്കക്കറി റെഡിയായേ. ഇഞ്ചി മാങ്ങ എടുത്തു. ഇഞ്ചി മാങ്ങയോട് ചമ്മന്തി അരച്ചാലോ എന്നൊരു ആശ. അപ്പോൾ ഇഞ്ചി മാങ്ങ ചുട്ടെടുക്കാൻ നമുക്ക് കനലില്ലാത്തതുകൊണ്ട് ഗ്യാസിൽ തന്നെ ഞാൻ കമ്പി കോർത്ത് തന്തൂരി ചിക്കൻ ചുട്ടെടുക്കുന്നത് പോലെ ഇഞ്ചി നമ്മൾ ചുട്ടെടുത്തു കേട്ടോ. എന്നിട്ട് അതിന് തേങ്ങ, ഉള്ളി, പുളി, മുളക്, കാന്താരി എല്ലാം കൂടെ ചേർത്ത് വെച്ച് അടിപൊളി ഒരു ചമ്മന്തി അരച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ചോറ് വിളമ്പി ചോറിനകത്ത് ചമ്മന്തി വെച്ചു, ഇടിഞ്ചക്ക തോരനിട്ടു. പിന്നെ ഇത് മത്തൻ കറി കേട്ടോ.
ഇന്നലത്തെ കറിയാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടം മത്തങ്ങ കറി. ആ മത്തൻ കറി പച്ചത്തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ, അതിട്ടു. ഇത് സാമ്പാറാട്ടോ. അങ്ങനെ സാമ്പാറിട്ടു. പിന്നെന്താ, 2-3 കഷ്ണം ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ നോൺ വെജിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ, അതുകൊണ്ട് 2 കഷ്ണം എടുത്തോളൂ ചിക്കൻ. ഇത് നമ്മുടെ റൂബിക്ക ഉപ്പിലിട്ടതാണ് കേട്ടോ, ഉപ്പിലിട്ട കാന്താരിയും റൂബിക്കയും. അത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറുണ്ണാൻ. എങ്കിലും ഇന്ന് ഇച്ചിരി ലാവിഷായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ചോറ് വിളമ്പി കേട്ടോ. കൂടെ അടപ്രഥമനും ഉണ്ട് കേട്ടോ. അടപ്രഥമൻ ഇത് നമുക്കൊരു ആൻറ്റി തന്ന കേട്ടോ, അല്ലാണ്ട് ഞാൻ അവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ. അങ്ങനെ ഉച്ചത്തെ ഊണ് അടിപൊളിയാക്കി. സാമ്പാർ എന്താ റെഡ് കളറിലിരിക്കുന്നത് നിങ്ങളൊക്കെ ചിന്തിക്കും. അതിനകത്ത് ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആർക്കും ബീട്രൂട്ട് ഇഷ്ടമല്ല, പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ ആവശ്യമാണല്ലോ. മക്കളെ കഴിപ്പിക്കാൻ വേണ്ടി എന്ത് കൊല്ലയും ഞാൻ ചെയ്യും. അതുകൊണ്ട് സാമ്പാറിൽ ബീട്രൂട്ട് ഇട്ടുകൊണ്ട് കേട്ടോ ചുമന്നിരിക്കുന്നത്. ഇരിക്കട്ടെ ചുമന്ന സാമ്പാറും. അങ്ങനെ ഇന്നത്തെ ഊണ് ദൈവസഹായം കൊണ്ട് അടിപൊളിയാക്കി കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ഇരിക്കട്ടോ. വീണ്ടും കാണാം നമുക്ക്. ബൈ.